നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. പ്രശസ്ത തെലുങ്ക് സംവിധായകനും മലയാളത്തിലെ ആദ്യ 3D ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ ബാലതാരവുമായ സൂര്യകിരൺ അന്തരിച്ചുവെന്നുള്ള വാർത്ത സിനിമാ ലോകത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. മഞ്ഞപ്പിത്തത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. മൈ ഡിയർ കുട്ടിച്ചാത്തൻ അടക്കം 200ഓളം സിനിമകളിൽ ബാലതാരമായി മാത്രം സൂര്യകിരൺ വേഷമിട്ടിട്ടുണ്ട്. അക്കാലത്ത് ഏറ്റവും ഡിമാൻഡുള്ള ബാലതാരവുമായിരുന്നു സൂര്യകിരൺ. പ്രായത്തിലും മുകളിൽ നിൽക്കുന്ന പക്വത അഭിനയത്തിലുണ്ടായിരുന്നു എന്നത് തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. നടി കാവേരിയുടെ മുൻ ഭർത്താവ് കൂടിയാണ് സൂര്യകിരൺ. സൂര്യയുടെ മരണവാർത്തയ്ക്ക് പിന്നാലെ കാവേരിയുമായുള്ള വിവാഹമോചനവും അതേക്കുറിച്ച് സൂര്യ പറഞ്ഞ വാക്കുകളും എല്ലാം വൈറലായി മാറിയിരുന്നു. അവസാന ആഗ്രഹമായി കാവേരിയെ കാണണമെന്നാണ് സൂര്യകിരൺ പറഞ്ഞിരുന്നതെന്നും എന്നാൽ കാവേരി അത് സമ്മതിച്ചില്ല എന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ മരണാനന്തര ചടങ്ങുകൾക്ക് തൊട്ടുമുൻപ് കാവേരി വീട്ടിലെത്തിയിരുന്നുവെന്നാണ് ചില യൂട്യൂബ് ചാനലുകളിൽ പറയുന്നത്. എന്നാൽ സൂര്യകിരണിന്റെ വീട്ടുകാർ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല, മൃതദേഹം കാണിച്ചില്ല എന്നുമാണ് വിവരം. അവിടെ കൂടി നിന്നവരുടെ മുന്നിൽ വെച്ചാണ് പറഞ്ഞതെന്നും പ്രശ്നമുണ്ടാക്കാതെ നടി മടങ്ങി പോകുകയായിരുന്നു എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മഞ്ഞപ്പിത്തം മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുമ്പോഴും അവസാനമായി അദ്ദേഹവും ബന്ധുക്കളും സുഹൃത്തുക്കളും കേണ അപേക്ഷിച്ചിട്ടും വരാനോ സംസാരിക്കാനോ കൂട്ടാക്കാതെ മരണശേഷം വന്നതിനാലാണ് കാവേരിയോട് സൂര്യയുടെ വീട്ടുകാർ നീരസം പ്രകടിപ്പിച്ചതെന്നാണ് യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത്. എന്നാൽ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. തെലുങ്ക് സിനിമയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് സംവിധായകനായ സൂര്യകിരണുമായി കാവേരി പ്രണയത്തിലായത്. 2010 വിവാഹിതരായ ഇരുവരും 2016 വിവാഹമോചിതരാകുകയായിരുന്നു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് സൂര്യകിരൺ നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചയായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരമാണ് കാവേരി വേർപിരിഞ്ഞതെന്നും താൻ ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിമുഖങ്ങളിലൂടെ തുറന്നു പറഞ്ഞിരുന്നു. 2020 ബിഗ് ബോസ് സീസൺ 4 മത്സരാർത്ഥിയുമായിരുന്നു. ഗോസിപ്പ് കോളങ്ങളിലൂടെ പ്രചരിച്ച വാർത്ത ശരിയാണെന്ന് സൂര്യകിരൺ ആണ് സ്ഥിരീകരിച്ചത്. തെലുങ്ക് ബിഗ് ബോസ് സീസൺ 4 അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയത്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് കാവേരി വേർപിരിഞ്ഞതെന്നും താൻ ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും സൂര്യകിരൺ അഭിമുഖത്തിൽ പറയുന്നു. അവൾ എന്നെ ഉപേക്ഷിച്ചു പോയെന്നത് സത്യമാണ്, പക്ഷേ ഞാൻ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നു. അതെന്റെ തീരുമാനമായിരുന്നില്ല. എനിക്കൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്നാണ് അവൾ കാരണമായി പറഞ്ഞത്. കല്യാണിയുടെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ എനിക്കാവില്ല. അവളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നുവെന്നും സൂര്യകിരൺ പറഞ്ഞിരുന്നു. സൂര്യയ്ക്കുണ്ടായ സാമ്പത്തിക ബാധ്യതകളാണ് ദമ്പതികൾ വേർപിരിയാനുള്ള കാരണമെന്ന് സഹോദരിയും പ്രശസ്ത നടിയുമായ സുജിത ധനുഷ് ഈയിടെ വെളിപ്പെടുത്തുകയുണ്ടായി. കടബാധ്യതകൾ ഏറിയതോടെ ജ്യേഷ്ഠൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിമയായി മാറിയെന്നും സുജിത പറഞ്ഞിരുന്നു. വിവാഹമോചനത്തിന് ശേഷം പൊതുവിടങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയായിരുന്ന സൂര്യകിരണിന്റെ തിരിച്ചുവരവ് ബിഗ് ബോസിലൂടെയായിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വരലക്ഷ്മി ശരത് കുമാറിനെ നായികയാക്കി സംവിധാനം ചെയ്ത അരസി പ്രദർശനത്തിനൊരുങ്ങവെയാണ് വിയോഗം. മലയാളത്തിലടക്കം നിരവധി ചിത്രങ്ങളിൽ നായികയായ നടി സുജിതയാണ് സൂര്യകിരണിന്റെ സഹോദരി. എറണാകുളം സ്വദേശിയായ പരേതനായ PV സുബ്രഹ്മണ്യന്റെയും തിരുവനന്തപുരം പാച്ചല്ലൂർ സ്വദേശി രാധയുടെയും മകനാണ് സൂര്യകിരൺ. മറ്റൊരു സഹോദരി സുനിത. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.